ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി ക്രിസ്മസ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ന്യൂ ഇയറിൽ നല്ല ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ ആ ഒരു ഇയറിൽ നല്ല ലോങ് ടേമിനൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാം. എപ്പോഴും നല്ല ഒരു കൺസിസ്റ്റൻറ്റ് റിട്ടേൺസ് അല്ലെങ്കിൽ ഡിവിഡൻഡ് ഒക്കെ തരുന്ന നല്ല സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ഒരു 10 സ്റ്റോക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി നെക്സ്റ്റ് വീക്കിൽ ബുള്ളിഷ് ബ്രേക്കൗട്ട്, എസ്പെഷ്യലി വോളിയം ഇൻഡിക്കേറ്റർ ആയിട്ട് എടുത്തുകൊണ്ട് ഒരു 6 സ്റ്റോക്കുകൾ നല്ല ബ്രേക്കൗട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല, ഇതെല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. സോ നിങ്ങളും അനലൈസ് ചെയ്തിട്ട് മാത്രമേ എല്ലാ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പാടുള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ബുള്ളിഷ് ബ്രേക്കൗട്ട് വോളിയം ഇൻഡിക്കേറ്റർ ആയിട്ട് വെച്ചുകൊണ്ട് ഏതൊക്കെ സ്റ്റോക്കുകൾ തരാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ലാസ്റ്റ് 7 days വോളിയൂമിൽ, എസ്പെഷ്യലി ലാസ്റ്റ് ഡേയിൽ ഒന്നിൽ നല്ല ഹൈ വോളിയം പോയിട്ട് നല്ല ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ തന്ന ഒരു ബുള്ളിഷ് വോളിയം ബ്രേക്കൗട്ട് തന്ന സ്റ്റോക്കുകൾ ഇനിയും ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുണ്ട് എന്ന ഒരു കണക്കുകൂട്ടലാണ് ഞാൻ ഈ സ്റ്റോക്കിൽ പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നത് ഗെയിൽ ഇന്ത്യ. ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ നോക്കിയാൽ ലാസ്റ്റ് ഡേ 7.68% ഇൻക്രീസ് ആയിട്ടുണ്ട്. വോളിയം 4 times ഉയർന്നിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് വേഗം തന്നെ 200 രൂപ ടാർഗറ്റിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ 32% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള നല്ല ഒരു ബുള്ളിഷ് അല്ലെങ്കിൽ അപ് ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്കാണ് ഗെയിൽ ഇന്ത്യ. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് NLC ഇന്ത്യ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കാണ്. ലാസ്റ്റ് ഡേയിൽ ഹയസ്റ്റ് വോളിയമാണ്, അതുപോലെ 6.37% 1 ഡേയിൽ ഉയർന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ടാർഗറ്റ് 280, ആ ഒരു 280 ഇപ്പോൾ വെച്ചാൽ മതി. 26% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, തേർഡ് സ്റ്റോക്ക് ലോറസ് ലാബ്സ് ആണ്. സോ ലോറസ് ലാബ്സ് 415 റുപ്പീസിൽ കറണ്ട്ലി ട്രേഡ് ചെയ്യുന്നു. നിങ്ങൾ ലാസ്റ്റ് ഫ്രൈഡേ നിങ്ങൾ നോക്കിയാൽ ഹയസ്റ്റ് ബുള്ളിഷ് ആണ്, നല്ല ഒരു ഹയസ്റ്റ് ബുള്ളിഷ് വോളിയം വന്നിട്ടുണ്ട്. സോ ഈ ഒരു സ്റ്റോക്ക് 420 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 500 വരെ ടാർഗറ്റ് പോകാൻ സാധ്യതയുണ്ട്. 20% റിട്ടേൺസ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ദെൻ ഫോർത്ത് സ്റ്റോക്ക് വിപ്രോയാണ്. വിപ്രോ നല്ലൊരു വോളിയമിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ ഹയസ്റ്റ് വോളിയമാണ്, 463 റുപ്പീസിൽ കറണ്ട്ലി ട്രേഡ് ചെയ്യുന്നു. 550, ഏകദേശം 22% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ ഫിഫ്ത്ത് സ്റ്റോക്ക് ചേമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്. ഇതും നല്ല ഹയസ്റ്റ് വോളിയമിൽ, അതുപോലെ ലാസ്റ്റ് ഡേയിൽ 4.30% ഉയർന്നിട്ടുണ്ട്. സോ 360 ഇപ്പോൾ കറണ്ട്ലി ട്രേഡ് ചെയ്യുന്നത്. 120 പോയിന്റ്സ് ഉയരാൻ സാധ്യതയുണ്ട്. 35% വരെ റിട്ടേൺസ് കിട്ടും. 480 നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് JB കെമിക്കൽസ് 1619 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റോക്കിലും നല്ല വോളിയമിലാണ് ട്രേഡ് ചെയ്തത്. കാരണം നേരത്തെ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് 1522 പറഞ്ഞിരുന്നു. അതും ബ്രേക്ക് ചെയ്ത് 1619, 108 പോയിന്റ്സ് നല്ല റിട്ടേൺസ് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയാണ്. ഇനിയും 20 to 21, 15% മിനിമം കിട്ടും. 15% ഉറപ്പായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ടാർഗറ്റ് 1850 വരെ പോകാൻ സാധ്യതയുണ്ട്. അത്ര നല്ല വോളിയമിൽ ബ്രേക്കൗട്ട് ഉള്ള ഒരു സ്റ്റോക്കാണ് JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ. അപ്പോൾ ഈ ഒരു 6 സ്റ്റോക്കുകളും വോളിയം ഇൻഡിക്കേറ്റർ ബേസ് ചെയ്തിട്ട് ബുള്ളിഷ് ആവാൻ സാധ്യതയുള്ള സ്റ്റോക്കിലാണ്. ഇനി നെക്സ്റ്റ് ന്യൂ ഇയറിൽ നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകൾ നല്ല ഉയരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട ഒരു സ്റ്റോക്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ SBI എന്ന് പറയും. 637 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ 700 റുപ്പീസാണ് ടാർഗറ്റ്. ഒരു 10% ന്യൂ ഇയർ ടൈമിൽ ഉയരാൻ സാധ്യതയുണ്ട്. ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്കാണ്. ഈ ഒരു പബ്ലിക് ബാങ്കിങ് സെക്ടറിൽ ലീഡിംഗ് ആണ്. സോ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിക് ബാങ്കിങ് സെക്ടറിൽ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോക്കസ് ചെയ്യാം. ലോങ് ടേമിന് ഫോക്കസ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ ന്യൂ ഇയർ ടൈമിൽ 10% ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക്
ഹീറോ മോട്ടോകോർപ്പ്. സോ 3936 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബ്ലൂ ചിപ്പ് കമ്പനിയാണെന്ന് നമുക്കറിയാം, നല്ലൊരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 4480 റുപ്പീസാണ്. ഏകദേശം 14% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പുതിയ വാഹനം മേടിക്കൽ അതൊക്കെ ഒത്തിരി പേര് പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. സോ വെഹിക്കിൾസ് എസ്പെഷ്യലി എപ്പോഴും ഡിമാൻഡ് തന്നെയാണ്. ഓട്ടോമൊബൈൽ സെക്ടറിൽ ഹീറോ മോട്ടോകോർപ്പ് നല്ല ഒരു ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ലോങ് ടേമിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. നല്ല ഡിവിഡൻഡ് ഈൽഡിങ് സ്റ്റോക്ക് കൂടിയാണ്. സോ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നത് സ്പന്ദന സ്ഫൂർത്തി ഫിനാൻഷ്യൽസ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഓക്കെ, അർബൻ റൂറൽ ഏരിയാസിൽ 1037 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഈ ഒരു സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 1043 ആണ്. ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 14% ഉയരാനുള്ള സാധ്യതയുണ്ട്. സോ 1200 വരെ പോവും, 1200 വരെ പോവും. 14% ഉയരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഫിനാൻസ് സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. നല്ലൊരു ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, സ്പന്ദന സ്ഫൂർത്തി ഫിനാൻഷ്യൽസ് തീർച്ചയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാം. പിന്നെ L&T ഞാൻ എപ്പോഴും പറയുന്ന ഒരു സ്റ്റോക്കാണ്, ഫേവറേറ്റ് സ്റ്റോക്കാണ് എൻ്റെത്. ലോങ് ടേമിന് നിങ്ങൾ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യണം. അത് ഈ ഒരു എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പിൽ ഒരു സ്റ്റോക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് L&T നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത്രയും നല്ലൊരു സ്റ്റോക്കാണ്, നല്ല ഡിവിഡൻഡ് ഈൽഡിങ് സ്റ്റോക്കാണ്. സോ ഈ ഒരു സ്റ്റോക്കിന് നെക്സ്റ്റ് ഇപ്പോൾ 3478 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 3660 വരെ പോകാൻ സാധ്യതയുണ്ട്. ഒരു 5% ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ന്യൂ ഇയർ ടൈമിൽ ഫിനാൻഷ്യലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. എസ്പെഷ്യലി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സിന് എപ്പോഴും നല്ല ഡിമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ദാൽമിയ ഭാരത്. സോ 2194 റുപ്പീസിലാണ് ട്രേഡ് ചെയ്യുന്നത്. മെയിൻലി സിമെൻറ്റ് മാനുഫാക്ചറിങ്ങിൽ വരുന്നു. സോ ഈ ഒരു സ്റ്റോക്കിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 2800 ആണ്. ഏകദേശം 28% ഉയരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഏറ്റവും വലിയ രാജ്യത്തിലെ ഏറ്റവും വലിയ സിമൻറ്റ് കമ്പനിയാണ് ദാൽമിയ ഭാരത്. സോ ഇവർക്ക് തന്നെ ഒരു 33 ദശലക്ഷം വാർഷിക ഉൽപ്പാദനമാണ് ഉള്ളത്. പിന്നെ അതുമാത്രമല്ല, ഇവരുടെ ഫിനാൻഷ്യലി ഈ ഒരു സ്റ്റോക്ക് നല്ല ഒരു ഗ്രോയിങ് ആണ്. ഇവരുടെ സെയിൽസ് ആയിക്കോട്ടെ, അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ബാലൻസ് ഷീറ്റ് ഒക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. FI ഹോൾഡിങ്സ് നല്ല വർദ്ധിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റോക്ക് തീർച്ചയായിട്ടും 28% ഉയരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നെക്സ്റ്റ് സ്റ്റോക്ക് ടാറ്റ കൺസ്യൂമർ. സോ ടാറ്റ കൺസ്യൂമർ നമുക്കറിയാമല്ലോ, ഫുഡ് ആൻഡ് ബിവറേജസിൽ മെയിനായിട്ട് വരുന്നു. 993 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 12% ഉയരാൻ സാധ്യതയുണ്ട്. 1100 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. സോ പ്ലാന്റേഷൻ എസ്പെഷ്യലി ടീയിൽ ലീഡിംഗ് ആയിട്ട് വരുന്നു. സോ അതുകൊണ്ട് ഈ സ്റ്റോക്ക് FMCGയിൽ എസ്പെഷ്യലി ടാറ്റ കൺസ്യൂമറിൻ്റെ സെയിൽസ് അതുപോലെ ഫിനാൻഷ്യലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ലോങ് ടേമിന് നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്കാണ്. നെക്സ്റ്റ് വരുന്നത് കോൾ ഇന്ത്യ. 363 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 380 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 5% ഉയരാനുള്ള സാധ്യതയുണ്ട് കോൾ ഇന്ത്യ. മൈനിങ് ആൻഡ് മിനറലിൽ ലീഡിംഗ് ആയിട്ട് വരുന്നു. സോ ഉയരാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് സൊമാറ്റോ. ഫുഡ് ഡെലിവറി എസ്പെഷ്യലി ഇപ്പോൾ ഡിമാൻഡ് കൂടിക്കൂടി വരുന്നതുകൊണ്ട് ഓൺലൈൻ ഫുഡ് ഡെലിവറി ബിസിനസ് സൊമാറ്റോ ഇപ്പോൾ നല്ല ഉയരാൻ സാധ്യതയുണ്ട്. 7% ഉയരാൻ സാധ്യതയുണ്ട്. 135 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇ-കോമേഴ്സ് ബിസിനസ്സിൽ ലീഡിംഗ് ആണ്. ഇപ്പോൾ അത് നല്ല ഗ്രോയിങ് ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത്
ഓയിൽ ഇന്ത്യ. ഓയിൽ ഇന്ത്യ 373 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 410 ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 10% വരെ ഉയരാൻ സാധ്യതയുണ്ട് ഓയിൽ ഇന്ത്യ. ഓക്കെ, ക്രൂഡ് ഓയിൽ ഇന്ത്യ സെക്കൻഡ് പ്ലേസിൽ വരുന്നു. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് കാജറിയ സെറാമിക്സ്. സോ 1383 റുപ്പീസിലാണ് കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. 1580 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 16% വരെ ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലാർജസ്റ്റ് മാനുഫാക്ചർ ആണ് ടൈൽസിൽ. സോ അതുകൊണ്ട് ഈ ഒരു സ്റ്റോക്ക് ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഈ സെറാമിക് പ്രോഡക്ട്സ് സാനിറ്ററി വെയറിൽ നല്ല ഗ്രോത്തും ഉണ്ട് ബിസിനസ് വൈസ്. തീർച്ചയായിട്ടും ഈ ഒരു 10 സ്റ്റോക്കിലാണ് ഈ ഒരു ന്യൂ ഇയർ ടൈമിൽ നമുക്ക് നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുന്നെങ്കിൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.